കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 22 ദിവസമായി. പ്രിന്റഡ് സർട്ടിഫിക്കറ്റുകൾക്ക് പകരം ഇപ്പോഴും കൈയെഴുത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഉൾപ്പെടെ 10ഓളം വിഷയങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. കാലം ഇത്ര പുരോഗമിച്ചിട്ടും ഔദ്യോഗിക സർട്ടിഫിക്കറ്റുകൾ പോലും കൈയക്ഷരത്തിൽ എഴുതി നൽകുന്ന ഒരു സർവകലാശാല രാജ്യത്ത് തന്നെ മറ്റൊന്നുണ്ടാവില്ല. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ വലിയൊരു സമരത്തിലാണ്. അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ. ഞങ്ങളുടെ പഠിപ്പ്, ഞങ്ങളുടെ അക്കാദമികമായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിന് പിന്നിൽ കാലങ്ങളായി സംസ്കൃത സർവകലാശാല അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധത തന്നെയാണുള്ളത്. വിദ്യാർത്ഥികൾ ഉയർത്തുന്നത് ചെറിയ വിഷയങ്ങളല്ല. ഡിജിറ്റൽ യുഗത്തിലും പുരാതന കാലത്ത് തുടരുകയാണ് സംസ്കൃത സർവകലാശാല. പഠനം പൂർത്തിയാക്കിയവർക്ക് നൽകുന്നത് കൈകൊണ്ടെഴുതിയ സർട്ടിഫിക്കറ്റുകൾ. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ നാണിച്ചു തല താഴ്ത്തേണ്ട അവസ്ഥ. ഇപ്പോഴും ഒരു കൈയെഴുത്തിനാണ് സർട്ടിഫിക്കറ്റ് നിലനിൽക്കുന്നത്. ഇതും കൊണ്ട് പുറത്തൊരു സർവകലാശാലയല്ല, പുറത്ത് മറ്റൊരു ജോലിക്ക് അവിടെ പോകുമ്പോൾ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി വിദ്യാർത്ഥികളുടെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അതായത് ഇവിടുത്തെ എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ പ്രിൻറ്റും കമ്പ്യൂട്ടറൊന്നും വന്നത് അറിയാത്ത പോലെയാണ്. ഗവേഷക വിദ്യാർത്ഥികളോടും സർവകലാശാലയ്ക്ക് കടുത്ത അവഗണന. ഫെലോഷിപ്പ് കുടിശ്ശികയാണ്. 3 വർഷ ഫെലോഷിപ്പ് 4ാം വർഷത്തേക്ക് കൂടി നീട്ടി നൽകണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കം. സെക്കൻഡ് ഇയർ ആയിട്ടുള്ള ഗവേഷകർക്ക് 1 വർഷത്തോളം അടുത്തായി ഫെലോഷിപ്പ് കിട്ടിയിട്ട്, അവർ ജോയിൻ ചെയ്തതിന് ശേഷം ഇതുവരെ ഫെലോഷിപ്പ് കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ 2ഉം 3ഉം വർഷമുള്ള ആളുകൾക്ക് ഫെലോഷിപ്പ് 6-8 മാസം അത് പെൻഡിങ് ആണ്. മതിയായ ഹോസ്റ്റൽ സൗകര്യങ്ങളില്ല, ആവശ്യത്തിന് ക്ലാസ് മുറികളില്ല. കായിക രംഗവും അവഗണനയുടെ കാട് കയറി. ഏറ്റവും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് വരെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇതുപോലെ ഇരുന്ന് സമരം ചെയ്യേണ്ട, നിരന്തരം അധികാരികളെ സമ്മർദ്ദപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. സമരം SFI ഏറ്റെടുത്തു. പ്രതിഷേധം പാട്ടായി, വരകളായി. ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഒരുപാട് കാലത്തോളമായിട്ട് വലിയ ദുരിതം അനുഭവിക്കുകയാണ്. അപ്പോൾ ഇനിയും ഈ വിദ്യാർത്ഥികളെ ഈ ദുരിതം അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളിൽ അന്തിമ തീരുമാനമാകും വരെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് SFIയുടെ തീരുമാനം. വിഷ്ണു കച്ചേരിക്കൊപ്പം അശ്വിൻ പാലാഴി, 24.